ഇനി നമുക്ക് നാം റെക്കോർഡ് ചെയ്ത ശബ്ദത്തിലേക്ക് തിരികെ വരാം. ഇവിടെ ഇത് ഒരു ചാനലിൽ മാത്രമേ ശബ്ദമുള്ളൂ. സ്റ്റീരിയോ ചാനലിലും മോണോ ചാനലിൽ മാത്രമാണ് ശബ്ദം കാണുന്നത്. ഇത് പരിഹരിക്കുന്നതിനായി ഇവന്റ് സെലക്ട് ചെയ്ത ശേഷം ഓഡിയോ എന്ന മെനു ബാറിൽ നിന്നും ഇവിടെ നമുക്ക് നിരവധി മെനു ബട്ടണുകൾ കാണാവുന്നതാണ്. എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ പരിശോധിച്ച് നോക്കാവുന്നതാണ്. നമുക്ക് ഇവയിൽ നിന്നും സ്റ്റീരിയോ ഫ്ലിപ്പ് എന്ന മെനു തിരഞ്ഞെടുക്കുക. ഇപ്പോൾ കാണുന്ന വിൻഡോയിൽ ലെഫ്റ്റ് ടു സ്റ്റീരിയോ എന്നതാണ് കാണുന്നത്. അനവധി ഓപ്ഷനുകൾ വേറെയും ഉണ്ട്. ഇതിൽ നിന്നും ലെഫ്റ്റ് ടു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം പ്രോസസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ചോദിക്കുന്ന വിൻഡോയിൽ നിന്നും ന്യൂ വെർഷൻ എന്നോ കണ്ടിന്യൂ എന്നോ ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാം. രണ്ടും സമം തന്നെ. ഇപ്രകാരം തിരഞ്ഞെടുത്തപ്പോൾ കാണുന്ന നമ്മുടെ ഇവന്റിൽ ഓഡിയോ, നമ്മുടെ ശബ്ദം സ്റ്റീരിയോ ചാനലിലായിരിക്കുന്നതായി കാണാം. ഇപ്പോൾ നമ്മൾ ശബ്ദം കേൾക്കുമ്പോൾ അതിന് സ്റ്റീരിയോയുടേതായ ഗാംഭീര്യം ഉണ്ടായിരിക്കുന്നതായി കാണാം. ഇപ്രകാരമാണ് ലെഫ്റ്റ് ചാനലിൽ നിന്നും സ്റ്റീരിയോയിലേക്കും റൈറ്റ് ചാനലിൽ നിന്നും സ്റ്റീരിയോയിലേക്കും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമ്മുടെ ട്രാക്കിലെ ഏത് ഇവന്റിനെയും ഇപ്രകാരം സ്റ്റീരിയോ ആക്കി മാറ്റാവുന്നതാണ്. ഒരു ട്രാക്കിലെ എല്ലാ ഇവന്റുകളെയും സെലക്ട് ഓൾ ഇവന്റ് ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് സ്റ്റീരിയോ ശബ്ദമാക്കി മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ പ്രൊജക്റ്റിലേക്ക് MP3 സോങ് എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. ഫയലിൽ നിന്നും ഇമ്പോർട്ട് മെനു തിരഞ്ഞെടുക്കുക. ഇപ്പോൾ കാണുന്ന നിരവധി ഓപ്ഷനുകളുണ്ട്. ഓഡിയോ ഫയൽ, വീഡിയോ ഫയൽ. അതിൽ നിന്നും നമുക്ക് ഓഡിയോ ഫയൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിൽ നിന്നും ഒരു MP3 ഫയൽ തിരഞ്ഞെടുക്കുക. ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഒരു MP3 ഫയൽ ഓപ്പൺ ആയി വരികയാണ്. ഇവിടെ കാണുന്ന ചില ഓപ്ഷനുകൾ നോക്കാം. ഇത് ഓട്ടോ പ്ലേ ആണ്. ഒരു MP3 ഫയൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിലെ ശബ്ദത്തെ കേൾപ്പിക്കുന്നതാണ്. ഇത് അതിന്റെ ബട്ടണുകളാണ്. നമുക്കൊരു MP3 ഫയൽ സെലക്ട് ചെയ്യാം. ഇത് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഓപ്പൺ ആയി വന്നിരിക്കുകയാണ്. ഇതാ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഒരു MP3 ഫയൽ ഓപ്പൺ ആയി വന്നിരിക്കുകയാണ്. ഇത് സെലക്റ്റഡ് ആയ ട്രാക്കിലേക്കാണ് വരുന്നത്. കുഴപ്പമില്ല, ഇത് മറ്റേത് ട്രാക്കിലേക്കും നമുക്ക് ഡ്രാഗ് ചെയ്ത് നീക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ മൗസ് കൊണ്ട് പിടിച്ച് താഴത്തേക്ക് അടുത്ത മൂന്നാമതൊരു ട്രാക്കിലേക്കാണ് നമ്മൾ ഇതിനെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മൂന്നാമതൊരു ട്രാക്കിൽ ഇത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ട്രാക്കിന് ഓഡിയോ 3 എന്ന് നാമകരണം ന്യൂവിൻഡോ തന്നെ ചെയ്തിരിക്കുകയാണ്. ഇപ്രകാരം ആഡ് ചെയ്യുന്ന ഓരോ ട്രാക്കിനും ന്യൂവിൻഡോ തന്നെ ഓഡിയോ 1, 2, 3 എന്ന ക്രമത്തിൽ നാമം ചെയ്യുന്നതാണ്. നമുക്ക് ട്രാക്ക് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ബട്ടൺ ഞെക്കുമ്പോൾ നമ്മുടെ എല്ലാ ട്രാക്കുകളും പ്ലേ ചെയ്യുന്നതാണ്. അതിനാൽ നമുക്ക് മറ്റ് ശബ്ദങ്ങൾ ഒഴിവാക്കുന്നതിനായി മറ്റ് ട്രാക്കുകളെല്ലാം മ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ട്രാക്ക് മാത്രമാണ് പ്ലേ ചെയ്യുന്നത്. ഇത് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് സ്റ്റോപ്പ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. ഒരു ഈവന്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ മൂലയിൽ കാണുന്ന ചുവന്ന ചതുരത്തിൽ മൗസ് പോയിന്റർ കൊണ്ടുവന്നാൽ അതൊരു കറുത്ത ടൂളാകുകയും അതിൽ പിടിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഈവന്റ് ചുരുങ്ങുന്നതായി കാണാം. റെക്കോർഡ് ചെയ്ത ഒരു ഈവന്റിനെ ചുരുക്കുന്നതിനായിട്ട് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇങ്ങനെ ചുരുക്കിയ ശേഷം മുന്നോട്ടും പിന്നോട്ടും നീക്കാവുന്നതുമാണ്. ഈ ഫയലിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ കുറച്ച് ഓപ്ഷൻസുകൾ കാണാം. ഈ ഓപ്ഷനുകളിൽ 200 ഫ്രെയിം പെർ സെക്കൻഡ് എന്ന ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് 60 ഫ്രെയിം പെർ സെക്കൻഡ് ആവുന്നതാണ്. ഇത് ഫയൽ മെനുവിൽ നിന്നും പ്രിഫറൻസ് എന്ന മെനുവിൽ പോയാൽ ഇത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ മെനുവിലെ ഓരോ ബട്ടൺ എടുത്താലും ഈവന്റിൽ കട്ട് ചെയ്യുന്നതിന് ഓരോ ലിമിറ്റേഷൻ ഉണ്ടായിരിക്കുന്നതായി കാണാം. ഇപ്പോൾ ഇതാ ബാർ ആൻഡ് ബീറ്റ്സ് എന്ന മെനുവാണ് എടുത്തിരിക്കുന്നത്. ഓരോ ബാറിനും ബീറ്റിനും ഇടയ്ക്കുമുള്ള സ്പേസ് മാത്രമേ നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ വീണ്ടും നിരവധി മെനു ഉണ്ട്. അത് നമുക്ക് വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൽ നിന്നും ടൈം കോഡ് എന്ന മെനുവാണ് സെലക്ട് ആയിരിക്കുന്നത്. ടൈം കോഡ് എന്ന മെനുവിൽ വളരെ സിമ്പിളായി എവിടെ വെച്ച് വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് യൂസർ ഡിഫൈൻഡ് മെനു ആണ്. അടുത്തതായി ന്യൂവിൻഡോയിൽ എങ്ങനെയാണ് ഒരു ട്രാക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത ശബ്ദവും ഇമ്പോർട്ട് ചെയ്ത ഓഡിയോ ഫയലും കൂടി മിക്സ് ചെയ്ത് സേവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഒരു ട്രാക്കിലുള്ള ഒരു പ്രൊജക്റ്റിലുള്ള എല്ലാ ട്രാക്കിലെയും ഇവന്റുകളെ സെലക്ട് ചെയ്യണം. ന്യൂവിൻഡോയിൽ ഇതിനായി ട്രാക്കുകളുടെ വ്യൂ ചെറുതാക്കിയ ശേഷം എല്ലാ ട്രാക്കുകളെയും സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡിലെ P എന്ന ബട്ടൺ ഞെക്കുക. P എന്ന ബട്ടൺ ഞെക്കുമ്പോൾ ഇവിടെ ഇതാ ന്യൂവിൻഡോയുടെ ട്രാക്കുകളുടെ മുകളിൽ നീല നിറത്തിൽ ഒരു സെലക്ഷൻ പോയിന്റ് കാണുന്നതാണ്. ഇത്രയും ഭാഗം എക്സ്പോർട്ട് ചെയ്താൽ മതി എന്ന് നമ്മൾ ന്യൂവിൻഡോയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ. അതിനുശേഷം ഫയലിൽ നിന്നും എക്സ്പോർട്ട് മെനു ക്ലിക്ക് ചെയ്യുക. ഫയൽ എടുക്കുക. അതിൽ നിന്നും എക്സ്പോർട്ടിൽ നിന്നും ഓഡിയോ മിക്സ് ഡൗൺ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിൽ വരുന്ന വിൻഡോയിൽ ഏത് ഡയറക്ടറിയിലേക്കാണ് സേവ് ചെയ്യുന്നത് നോക്കാം. അതിനുശേഷം ഫയൽ നെയിം, അതിനുശേഷം ഏത് ഫോർമാറ്റിലേക്കാണ് സേവ് ചെയ്യേണ്ടത്. ഇവിടെ ഇതാ MP3 ആണ് സെലക്ഷൻ ആയിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെ ഓപ്ഷനുകൾ ഉണ്ടെന്ന് നോക്കാം. നിരവധി ഓപ്ഷനുണ്ട്. വേവ് മുതൽ OGG, വോർബിസ് തുടങ്ങിയ എല്ലാവിധ ഫോർമാറ്റുകളിലേക്കും നമുക്ക് വോയിസ് സേവ് ചെയ്യാവുന്നതാണ്.
അതിനുശേഷം ചെയ്യേണ്ട ഫയലിൻ്റെ ആട്രിബ്യൂട്ട്സ് നോക്കാം. 20 KB/s മുതൽ 320 KB/s വരെയുള്ള ഡെപ്തിലുള്ള MP3 ആണ് നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നത്. എങ്കിലും നോർമലി 128 KBPS ആണ് MP3യുടെ സ്ട്രെങ്ത്. അത് സെലക്ട് ചെയ്ത ശേഷം മറ്റു ഭാഗങ്ങളിലേക്ക് നോക്കാം. ഇവിടെ കാണുന്നത് റിയൽ ടൈം എക്സ്പോർട്ടിംഗ് ആണ്. ഓഡിയോ പ്ലേ ചെയ്യുന്ന അതേ സമയം കൊണ്ടാണ് റിയൽ ടൈം എക്സ്പോർട്ടിംഗിൽ എക്സ്പോർട്ട് ആവുന്നത്. ഇത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതില്ല. മറ്റ് സ്റ്റീരിയോ പോലുള്ള മെനുകൾ ചെക്ക് ചെയ്ത ശേഷം അടുത്തതിലേക്ക്. ഇനി സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ID3 ടാഗ് ഓപ്ഷനാണ്. അതിൽ ID3 ടാഗ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഫയൽ നെയിം, ഓതർ നെയിം എല്ലാം പറഞ്ഞു കൊടുത്ത ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ടിംഗ് ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ ഇത് നമ്മുടെ ഓഡിയോ എക്സ്പോർട്ട് ചെയ്ത് തീരാറായിരിക്കുകയാണ്. ഏറെക്കുറെ അവസാന ഭാഗമായിക്കൊണ്ടിരിക്കുന്നു. ഇത് എക്സ്പോർട്ടിംഗ് പൂർത്തിയായിരിക്കുകയാണ്. നമ്മുടെ ട്രാക്കിലുള്ള ഏതെങ്കിലും ഓഡിയോ ഇവന്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ സ്പെഷ്യൽ എഡിറ്റ് വിൻഡോയിലേക്ക് പോകാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ എഡിറ്റ് വിൻഡോ നോക്കൂ. ഇവിടെ നമുക്ക് ഈ ഓഡിയോ ക്ലിപ്പിനെ മാത്രം സ്പെഷ്യലായി എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് എല്ലാവിധ ടൂളുകളും ന്യൂണ്ടോയിലെ എല്ലാവിധ ടൂളുകളും ഉപയോഗിക്കാവുന്നതുമാണ്. സ്പെഷ്യൽ എഡിറ്റ് ഉപയോഗിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു ട്രാക്കിലെ 2 ഈവന്റുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ മൗസ് കൊണ്ട് ഡ്രാഗ് ചെയ്ത് കൂട്ടിച്ചേർത്താൽ അവയുടെ കൃത്യതയെ ബാധിക്കാനിടയുണ്ട്. ഈവന്റിനെ സെലക്ട് ചെയ്ത് കൺട്രോൾ കീയും ആരോ കീയും ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കാവുന്നതാണ്. അതിനായി ആദ്യം ട്രാക്ക് വ്യൂ വലുതാക്കിയ ശേഷം ഈവന്റിനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൺട്രോൾ കീയും ആരോ കീയും ഉപയോഗിച്ച് ഈവന്റിനെ കൂട്ടിച്ചേർക്കേണ്ട ഈവന്റിലേക്ക് അടുപ്പിക്കുക. ഒരു ട്രാക്കിലെ ഈവന്റിനെ ഡിലീറ്റ് ചെയ്യാൻ ആ ഈവന്റ് സെലക്ട് ചെയ്ത ശേഷം കീബോർഡിലെ ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ മതി. ഓഡിയോ റെക്കോർഡിംഗിലെ അവശ്യ ഘടകമായ മിക്സറിനെ പരിചയപ്പെടാം. ന്യൂണ്ടോയിൽ ഡിവൈസസ് എന്ന മെനുവിൽ നിന്നും മിക്സർ മെനു എടുക്കാവുന്നതാണ്. F3 എന്ന ഷോർട്ട് കീ ഉപയോഗിച്ചും മിക്സർ എനേബിൾ ചെയ്യാവുന്നതാണ്. മിക്സർ ഒന്നെടുത്ത് നോക്കാം. മിക്സറിൽ ആദ്യമേ കാണുന്നത് ഓഡിയോ ട്രാക്കിന്റെ ഇൻപുട്ട് വോളിയം ലെവലാണ്. അതിനുശേഷം രണ്ടാമതായിട്ട് കാണുന്നതാണ് നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാക്കിനെ സംബന്ധിച്ച വിവരങ്ങൾ. ഇവിടെ ഓഡിയോ 1 എന്ന പേരുള്ള ട്രാക്കിനെ സംബന്ധിച്ച മിക്സറാണ് ഓഡിയോ 1 എന്ന പേരുള്ള മിക്സർ വിൻഡോ. ഓഡിയോ 2-ന് 2 എന്ന പേരിലുള്ള മിക്സർ വിൻഡോയും കാണാം. ഇതാണ് വോളിയം കൺട്രോൾ. ഇത് ഓഡിയോ 2-ന്റെ വോളിയം കൺട്രോൾ. ഇത് ഓഡിയോ 3-യുടെ വോളിയം കൺട്രോൾ. ഇത് ഔട്ട്പുട്ട് ചാനലിന്റെ വോളിയം കൺട്രോളറാണ്. ഇങ്ങനെ നമുക്ക് ഓരോ ട്രാക്കിന്റെ വോളിയം നിശ്ചയിക്കാം. ഇവിടെ ഓരോ ട്രാക്കിന്റെ ഇൻപുട്ട് ഗെയിൻ നിശ്ചയിക്കാവുന്നതാണ്. ഇത് ട്രാക്കിന്റെ ഈക്വലൈസർ സെറ്റിങ്ങുകളിലേക്ക് ഇവിടുന്ന് വഴിതിരിച്ചു പോകാവുന്നതാണ്. ഇത് ഓഡിയോ 1 എന്ന ട്രാക്കിന്റെ ഈക്വലൈസർ സെറ്റിംഗ് ആണ്. ഇവിടെ ഓരോ മെനുവിലും ക്ലിക്ക് ചെയ്ത് ഈക്വലൈസർ സെറ്റിങ്ങുകൾ ചേഞ്ച് ചെയ്ത് കേട്ട് പരീക്ഷിക്കാവുന്നതാണ്. മിക്സർ സെറ്റിങ്ങുകൾ പൂർത്തിയായാൽ മിക്സർ ക്ലോസ് ബട്ടൺ ഉപയോഗിച്ച് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇപ്രകാരം ക്ലോസ് ബട്ടൺ ഉപയോഗിച്ച് മിക്സറുകൾ ക്ലോസ് ചെയ്യാം. ഇനി മിക്സറിൽ ലഭിക്കുന്നത് കൂടാതെ എല്ലാവിധ ഈക്വലൈസർ ചാനൽ ഇൻസെർട്ടുകളെല്ലാം തന്നെ ന്യൂണ്ടോയുടെ മെയിൻ വിൻഡോയിൽ ലഭ്യമാണ്. ഇവിടെ ഇ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടുന്ന ചാനൽ പ്രീസെറ്റുകൾ ഇൻസെർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നേടാവുന്നതാണ്. ഇവിടെ ഡിലേ ഉൾപ്പെടെയുള്ള എല്ലാവിധ മെനുകളും ഇവിടുന്ന് തന്നെ നമുക്ക് നേരിട്ട് എടുക്കാവുന്നതാണ്. ഇൻസെർട്ടുകൾ, ഈക്വലൈസർ സെറ്റിങ്ങുകൾ എല്ലാം തന്നെ ഇവിടെ എടുക്കാവുന്നതാണ്. ഇത് എളുപ്പത്തിന് വേണ്ടിയാണ് ന്യൂണ്ടോയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ന്യൂണ്ടോയിലെ അവശ്യ ഘടകങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ബാക്കി സ്വയം പരീക്ഷിക്കുക. നന്ദി.